ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് SN ഹോസ്പിറ്റലാണ് നമ്മുടെ ഇവിടെയുള്ള. കൊച്ചിന് ചുമയായതുകൊണ്ട് വന്നതാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈകിട്ടായപ്പോഴേക്കും ആൻറ്റിയുടെ മക്കളൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അവർ വന്നതുകൊണ്ട് അന്ന് പെട്ടെന്ന് തന്നെ സമയം പോയി കേട്ടോ. ഞങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മാളുക്കുട്ടി അമ്പാടീനെ ചെരുവത്തി കയറ്റിയിട്ട് അങ്ങോട്ടൊന്ന് ഉന്തിടും ഇങ്ങോട്ടൊന്ന് ഉന്തി വിടും. അങ്ങനെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ കാണിക്കുന്നത്. കണ്ടപ്പം നല്ല രസമായിട്ട് തോന്നി, അതുകൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നോക്കിയപ്പം ടൈലയിൽ മൊത്തം ഇങ്ങനെ പോറൽ പോലെ വന്നിരിക്കുന്നത് കണ്ടത്. പിന്നെ നമ്മളതൊന്നും കാര്യമാക്കിയില്ല കേട്ടോ. ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചിരിയും കളിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവർ വീട്ടിലോട്ടും പോയി. നമ്മൾ അന്നേരം തന്നെ കയറി കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ രാവിലെ ആയപ്പോൾ ഉള്ള ബഹളമാണ് ഈ കാണുന്നത്. അമ്പാടിയും കണ്ണനും കൂടെ എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് TV ഒക്കെ കണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരെന്നെ പേടിപ്പിച്ചതാണ് കണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം എന്നെ നോക്കി വഴക്കൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്നെ നോക്കാതെ TV നോക്ക്, TV സിനിമ ഉള്ളതെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ചിരുത്തിയതാണ് കേട്ടോ കണ്ടത്. പിന്നെ കൊച്ചിൻ്റെ കൂടെ അവൻ കുറച്ച് നേരം കളിക്കാനൊക്കെ കൂടി കേട്ടോ. പിന്നെ ഞങ്ങൾ റെഡി ആയിട്ടോ അടിമാലിക്ക് പോകണമായിരുന്നു. കുഞ്ഞതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഹോസ്പിറ്റലിൽ മാത്രം പോയാൽ പോരായിരുന്നു കേട്ടോ. നമുക്ക് വന്നിട്ട് കണ്ണമോനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പോയി. അതേ ഇവിടെ ഇതാണ് കേട്ടോ കണ്ണമോനെ ചേർത്ത സ്കൂള്. വെള്ളത്തൂവൽ ഹൈസ്കൂളാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ കണ്ണമ്മൻ പറഞ്ഞു, അമ്മേ ഈ സ്കൂളിൽ തോടൊക്കെ ഉണ്ട് കേട്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മഴയത്തും കാറ്റത്തൊന്നും അങ്ങോട്ടേക്കൊന്നും പോയേക്കരുതെന്നൊക്കെ പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം നമ്മളൊരു വണ്ടി നോക്കി നിൽക്കുന്നതാണ് കേട്ടോ. ഉച്ച സമയം ആയതുകൊണ്ട് ഒരുപാട് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓട്ടോ വിളിച്ചിട്ടാണെങ്കിൽ ഓട്ടോക്കാരൊക്കെ എവിടെയോ പോയേക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ കൂടെ നാത്തൂൻ്റെ കുട്ടിയും കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവർ 3 പേരും കൂടി ഇരുന്ന് കളിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞു. അമ്പാടി പിന്നെ കയറി കിടന്ന് ഉറങ്ങി കേട്ടോ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ പൊന്നും കണ്ണനും നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. അമ്പാടി നേരത്തെ എഴുന്നേറ്റില്ല, അവൻ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. അവരെഴുന്നേറ്റപ്പോൾ തന്നെ വിശക്കുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ രണ്ടാൾക്കും ചായ ഇട്ട് കൊടുത്തു, പിന്നെ മാഗി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കൊച്ചെഴുന്നേറ്റ് വന്നു. കൊച്ചിന് ഞാൻ ബ്രഷൊക്കെ എടുത്തു കൊടുത്തു പല്ല് തേക്കാനായിട്ട്. അതിനുശേഷം പിന്നെ അമ്പാടിക്ക് ഞാൻ ചായ ഇട്ട് കൊടുത്തു കേട്ടോ. ചായക്ക് ഞാൻ അവന് കേക്കാണ് കൊടുത്തത്. അമ്പാടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അവന് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഈ ഇടയായിട്ട്. പിന്നെ നമ്മൾ തല്ലിക്കൊട്ടി അങ്ങ് കൊടുക്കുന്നു, അത്ര തന്നെ. അതിനുശേഷം പിന്നെ അടിച്ചൊക്കെ വാരി ഇട്ടു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു തൂക്കാനായിട്ട്, മൊത്തം പൊടിയായിരുന്നേ. അപ്പോൾ അതൊക്കെ അടിച്ച് വാരിയിട്ടു. രാവിലെ കുട്ടികൾ കഴിച്ചപ്പോൾ മുതൽ ടേബിളിൽ ഒരുപാട് പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ചതിൻ്റെ വേസ്റ്റും ഒക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പം ഞാനൊരു തുണിയൊക്കെ നനച്ചിട്ട് അതൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുവാണേ. അതിൻ്റെ ടേബിളിൽ വിരി ഉണ്ടായിരുന്നു, അത് മൊത്തം അഴുക്കായതുകൊണ്ട് അതെടുത്ത് കളഞ്ഞതാണ്. പുതിയതൊരെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ മേടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ചെല്ലുമ്പോൾ മറന്നു പോകും കേട്ടോ മേടിക്കുന്ന കാര്യം. ചോറുണ്ടാകുമ്പോഴാണ് ചോറിന് വഴിക്കിച്ച ചോറ്
എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്, ഇച്ചിരി പയറുതോരനും ഉണ്ട്. ഇത് കൂട്ടി ഞാനും എൻ്റെ അമ്പാടി ചോറുണ്ണാൻ പോവുകയാണ്. മാമുണ്ണാൻ പോവല്ലേ? മാമുണ്ണാൻ പോവല്ലേ അല്ലേ? ഞങ്ങൾ മാമുണ്ണാൻ പോവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.